ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് സജീവമായ പങ്കുവഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിലവിലെ സാങ്കേതികവും ഭൌമരാഷ്ട്രീയപരവുമായ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ നയങ്ങൾ രൂപപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ന്യൂഡൽഹിയിൽ നീതി ആയോഗിന്റെ 9ാം ഭരണസമിതി യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ മോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന്. മൻ കി ബാത്തിന്റെ 112ാം പതിപ്പാണ് ഇത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക പരിഭാഷയും ഉണ്ടായിരിക്കും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിന്റെ പൂർണ്ണ പിന്തുണ. ഇക്കൊല്ലം ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനം മുതൽ 2025 മാർച്ച് 30 അന്താരാഷ്ട്ര മാലിന്യരഹിത ദിനം വരെയാണ് ക്യാമ്പയിൻ. രാജ്യത്ത് നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകതരം വല വികസിപ്പിച്ചെടുത്തതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പ്രത്യേക ഇനത്തിൽപ്പെട്ട കടലാമകൾ വലയിൽ കുടുങ്ങുന്നതിനാലാണ് നിരോധനം. കടലാമകളെ ഒഴിവാക്കി കൊഞ്ചുൾപ്പെടെയുള്ള മറ്റു മത്സ്യങ്ങളെ പിടിക്കാൻ കഴിയുന്ന തരം വലകളാണ് വികസിപ്പിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം 12 ദിവസം പിന്നിട്ടു. പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളടക്കം നിരവധി പേർ തിരച്ചിലിൽ പങ്കാളികളായി. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിലും സുരക്ഷിത ആശുപത്രി സുരക്ഷിത ക്യാമ്പസ് യജ്ഞം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പാക്കുന്നത്. 4 പേരുടെ നിപ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവ് ആയതായി മന്ത്രി വീണ ജോർജ്. പുതുതായി 7 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആകെ 8 പേരാണ് ചികിത്സയിലുള്ളത്. 472 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 220 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലാണ്. ഒളിമ്പിക്സ് മാതൃകയിൽ കേരള സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നവംബർ 4 മുതൽ 11 വരെ കൊച്ചിയിലാണ് സ്കൂൾ ഒളിമ്പിക്സ്. വിജയിയാകുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ്ണക്കപ്പ് സമ്മാനമായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ വകുപ്പുകളിലെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം, ബിഷപ്പ് വള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം ചെമ്പൻതൊട്ടി, തെയ്യം മ്യൂസിയം ചന്തപ്പുര, AKG സ്മൃതി മ്യൂസിയം പെരളശ്ശേരി എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പരയിലെ 3ാം പ്രഭാഷണവും കഥയരങ്ങും നാളെ ഉച്ചയ്ക്ക് 2 മുതൽ കരുനാഗപ്പള്ളി ഓണാട്ടുകര ഹാളിൽ നടക്കും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. കേരളത്തിലും ലക്ഷദ്വീപിലും അടുത്ത ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം ചൈനയ്ക്ക്. 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലാണ് ചൈന സ്വർണം നേടിയത്. അതേസമയം മെഡൽ പ്രതീക്ഷയോടെ ഇന്ത്യയുടെ മനു ഭാക്കർ 10 മീറ്റർ എയർ പിസ്റ്റൽ വനിതാ വിഭാഗത്തിൽ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയാണ് താരം. ബാഡ്മിന്റൺ വനിതാ ഡബിൾസിൽ രാത്രി 11:50 അശ്വിനി പൊന്നപ്പയും തഷിന ക്രാസ്റ്റോയും കളത്തിലിറങ്ങും. ഹോക്കിയിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം രാത്രി 9 ന്യൂസിലൻഡിനെതിരെയാണ്. ബോക്സിംഗ് വനിതകളുടെ 54 കിലോ വിഭാഗത്തിൽ പ്രീതി പവാറിന്റെ മത്സരം ഇന്നു രാത്രി 12 നടക്കും. 3 മത്സര ഇന്ത്യ ശ്രീലങ്ക T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് തുടക്കമായി. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ശ്രീലങ്കയിലെ പല്ലേക്കലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 18 ഓവറിൽ 4 വിക്കറ്റിന് 192 റൺസ് എടുത്തിട്ടുണ്ട്. സൂര്യകുമാർ യാദവ് അർദ്ധ സെഞ്ചുറി നേടി. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ നാളെ ശ്രീലങ്കയെ നേരിടും. സെമി ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശിനെയും ശ്രീലങ്ക പാകിസ്ഥാനെയും തോൽപ്പിച്ചിരുന്നു. നാളെ വൈകിട്ട് 3-ന് ശ്രീലങ്കയിലെ ദമ്പുള്ളയിലാണ് ഫൈനൽ. തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയിൽ നാളെ ലോങ് ഡോക്യുമെന്ററി വിഭാഗത്തിലെ 5 ചിത്രങ്ങളടക്കം 62 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ബംഗാളി ചിത്രമായ ഡോൾസ് ഡോൺ ഡൈ, മലയാള ചിത്രം കൈമിറ, ഓപ്പോസിറ്റ് എന്നിവയടക്കം മത്സര വിഭാഗത്തിൽ ഞായറാഴ്ച 11 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.